മാളികപ്പുറം സിനിമയുടെ ഡയറക്ടർ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത സുമതി വളവ് എന്ന മൂവിയുടെ സ്പോയിലേഴ്സ് ഇല്ലാത്ത ഒരു റിവ്യൂ ആണ്. മൈസെൽഫ് അശ്വതി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു നാട്ടിൻപുറത്താണ് സിനിമ നടക്കുന്നത്. അവിടെ സുമതി വളവ് എന്നുള്ളൊരു പ്രദേശത്ത് യക്ഷിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും അവിടെ ആ നാട്ടുകാർക്കുള്ള ഒരു ഭയവും അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് സംഭവങ്ങളുമാണ് സിനിമയുടെ ഉള്ളടക്കം. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കണ്ണാടി തുടങ്ങിയ പ്രോഗ്രാംസിലൊക്കെയാണ് ഈ സുമതി വളവ് എന്നുള്ളൊരു സ്റ്റോറി പണ്ട് കേട്ടിട്ടുള്ളത്. അന്നുണ്ടായിരുന്ന അതേ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെയാണ് സിനിമ കാണാൻ പോയത്. തീരെ നിരാശപ്പെടുത്തിയില്ലെങ്കിലും കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്നൊരു അഭിപ്രായമാണ് ഉള്ളത്. യക്ഷി, പ്രേതം തുടങ്ങിയ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ അവതരിപ്പിക്കുമ്പോൾ അതിന് ഡയറക്ടറുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് അത് കൺവിൻസിംഗ് ആയ രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം എൻഗേജിങ്ങും ആ ഒരു ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ യക്ഷിയുടെ ഭാഗം ഒഴിച്ചു നിർത്തിയാൽ പോലും കഥയിൽ ഒരു ലോജിക് ഇല്ലാത്ത പോലെ തോന്നി. സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് കുറച്ച് ഇമോഷണൽ ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത്രമാത്രം വൈകാരികതയോടെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്ക് സാധിച്ചോ എന്നതിൽ സംശയമാണ്. ആസ്വാദികരമായ കോമഡികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ മൂവിയുടെ ആ ഒരു ഹൊറർ മൂഡും ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ തകർക്കുന്ന രീതിയിൽ കോമഡി കുത്തി നിറച്ചതായിട്ടും തോന്നി. മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മൂവിയെ മൊത്തത്തിലൊന്ന് എൻഹാൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ ഇവിടെ ഒരു പാട്ടിന്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്ന രീതിയിൽ പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാസ്റ്റിംഗും കുറച്ച് മെച്ചപ്പെടുത്താമായിരുന്നു. എല്ലാവരും ഒരു ആവറേജ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. യക്ഷിയെ പോർട്രേ ചെയ്തിരിക്കുന്ന ആ ഒരു രീതി നന്നായിട്ടാണ് തോന്നിയത്. നമ്മൾ കൺവെൻഷനലായിട്ട് കണ്ടുവന്നിരിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അപ്രോച്ചാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫും അവസാനം വരുന്ന ഒരു ട്വിസ്റ്റും ഒഴിച്ചാൽ മൊത്തത്തിൽ പടം കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തേണ്ടിയിരുന്നു. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് തോന്നിയത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ.